ദൈവം ചെയ്ത അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് വാഴ്ത്തുന്നു. ഇന്ന് വായിച്ചത് നമ്മൾ 129 സങ്കീർത്തനമാണ്. 129 സങ്കീർത്തനം ആമേൻ ഇന്ന് നമ്മൾ തിരുമേശയുടെ മുൻപിലാണല്ലോ ഇരിക്കുന്നത്. ആമേൻ. അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാവോ? 129 സങ്കീർത്തനം. ആമേൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ മുതുകിൽ ഉഴവുചാല് പോലെ അവരെന്ത് ചെയ്തു? ഉഴുതു. തിരുമേശയുടെ മുൻപിൽ ഞാനിങ്ങനെ കേൾക്കുവാനിടയായി, ഒരു നല്ല ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റേലും ഈ കാൽവറിയെക്കുറിച്ച് ധ്യാനിക്കണമെന്ന്, അല്ലെങ്കിൽ ഓർക്കണമെന്ന്. ഒരു ക്രിസ്തീയ പൈതൽ തൻ്റെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ സമയം അനുവദിക്കുന്നത് പോലെ ഒരു 10 മിനിറ്റ് ഈ കാൽവറിയിൽ ദൈവം നമുക്ക് ചെയ്ത യാഗത്തെ ഓർത്താൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റിപ്പോകുവാൻ സാധ്യതയില്ല എന്ന് ഞാൻ കേൾക്കുവാനിടയായി. അത് വാസ്തവമായ ഒരു കാര്യമാണ്. കാരണം കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ, ദൈവം നമ്മെ വിടുവിച്ച വിധങ്ങളെ നാം ഓർക്കുമ്പോൾ ഒരിക്കലും നാം എന്താകത്തില്ല, പിന്മാറിപ്പോകുവാൻ സാധ്യതയില്ല. ഇന്ന് പകലിലും തിരുമേശയുടെ മുൻപിൽ നിൽക്കുന്ന നാം ഒരു കാര്യം മറക്കരുത്. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്ടിൻ്റെ മുൻപിലാണ് നിങ്ങളും ഞാനും നിൽക്കുന്നതെന്നുള്ളത് ഒരു ഉത്തമ ബോധം നമുക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഇന്ന് 2025 വർഷങ്ങൾക്ക് അപ്പുറം ആമേൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ ഒരു കർത്താവിനെ നാം ആമേൻ അനുദിനവും ഓർക്കുന്നത് നന്നായിരിക്കും. ആമേൻ ഹല്ലേലൂയ. നാം കൈകൊണ്ട് ചെയ്ത പാപത്തിനായി കൈകളിൽ ആണിയും, നടന്നുപോയ പാപത്തിനായി കാൽകളിൽ ആണിയും, ആമേൻ ഹൃദയത്തിൽ ചിന്തിച്ച പാപത്തിനായി ഹൃദയത്തിൽ ആമേൻ കുന്തം കൊണ്ട് കുത്തിയും, ആമേൻ ഹല്ലേലൂയ തലയിൽ ആമേൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചതിന് തലയിൽ മുൾക്രീടം വെച്ച് ആമേൻ ഹല്ലേലൂയ അവൻ്റെ തലയിൽ അടിക്കുകയും, ശരീരത്തിൻ്റെ ഓരോ അംശങ്ങളിലും നാം ചെയ്ത പാപനിമിത്തം അവൻ്റെ ശരീരം മുഴുവൻ ചാട്ടവാറ് കൊണ്ട് അടിച്ച് ശരീരത്തിൽ ഒരു മാംസം പോലും ഇല്ലാതെ അത് ആമേൻ ഹല്ലേലൂയ ഉഴവുചാൽ പോലെ കീറിയ അവൻ്റെ ശരീരത്തെ ഇന്ന് പകലിൽ നിങ്ങളും ഞാനും ഓർക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും തെറ്റിപ്പോകുവാൻ ഇടയാകത്തില്ല. മറിച്ച് ദൈവ സ്നേഹത്തിൽ വളർന്നു വരുവാൻ നമുക്കിടയാകും. നാം പാടിയതുപോലെ ആമേൻ ഹല്ലേലൂയ കർത്താവേ സ്നേഹമാൻ ദൈവമേ നീ എന്നിൽ വളരണം, ഞാനോ കുറയണം. ഇന്ന് പകലിൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മളിൽ വളർന്നു വരണമെങ്കിൽ, നാം കുറയണമെങ്കിൽ ഈ കാൽവറിയെ ധ്യാനിക്കണം. ഒരു കാൽവരി ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് പോലെ ലോകത്ത് വേറെ ഒരു സംഭവവും, ലോകത്തിൽ വേറെ യാതൊരു ചരിത്ര സംഭവവും രൂപാന്തരപ്പെടുത്തുവാൻ പറ്റത്തില്ല. കാരണം സ്വർഗസ്ഥനായ ദൈവം ആമേൻ ഹല്ലേലൂയ തൻ്റെ സ്വർഗത്തിൻ്റെ സകല മഹത്വവും വിട്ട് താണഭൂമിയിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കാൽവറിയിൽ യാഗമായതാ. പകലിൽ അത് ഓർക്കണം. ആമേൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി യാഗമായ എൻ്റെ കർത്താവ്, ആമേൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട അവൻ്റെ ശരീരം, എനിക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട അവൻ്റെ രക്തത്തിൻ്റെ മുൻപിലാണ് ഇന്ന് പകലിൽ ഞാൻ നിൽക്കുന്നത്. ആമേൻ കർത്താവ് പറഞ്ഞു ആമേൻ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. എന്ത് ഓർമ്മയ്ക്കാണ്? കർത്താവ് കാൽവറിയിൽ അനുഭവിച്ച ആ കഷ്ടങ്ങൾ, ആ പാടുകൾ, ആ പ്രയാസങ്ങൾ, ആമേൻ ആ വേദനകൾക്ക് വേണ്ടി പകലിൽ ആമേൻ ഹല്ലേലൂയ അവൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നാം ഒരു കാര്യം ഓർത്തുകൊള്ളണം, എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടവനാ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ അത് മാത്രമേ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആമേൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഉഴവുചാല് പോലെ അവൻ്റെ ശരീരം, അവൻ്റെ പുറം ആമേൻ ഹല്ലേലൂയ അവർ ഉഴുതുമറിച്ചു.
അവൻ ഈ കാൽവറിയിൽ പോകുന്നതിൻ്റെ മുൻപിൽ അവൻ നടന്ന ഒരു സംഭവമാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ ഹല്ലേലൂയ, കാൽവറിയിൽ പോകുന്നതിൻ്റെ മുൻപിൽ കർത്താവ് അവൻ ഹല്ലേലൂയ പെസഹാവ് അവൻ ആചരിക്കുവാനിടയായി. അവൻ ഹല്ലേലൂയ അന്ന് അപ്പം എടുത്തു കർത്താവ് അവൻ ഹല്ലേലൂയ പാനപാത്രം എടുത്ത് വാഴ്ത്തി അവൻ ഹല്ലേലൂയ അവർക്കെല്ലാം കൊടുത്തു, അവരെ അനുഗ്രഹിച്ചു. അതിൻ്റെ മുൻപിൽ നടന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ആമേൻ ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13:1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Gospel of John chapter 13 verses 1. ആ ആ ആ ആ ആ ആ ആ ആ ആ ആമേൻ ഹല്ലേലൂയ. ഇത് വലിയൊരു ദീർഘമായ ഒരു വാക്യങ്ങളാണ് വായിച്ചെങ്കിലും ആമേൻ ഹല്ലേലൂയ അതിൻ്റെ ആമേൻ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാനത് വായിക്കുവാൻ ഇടയായത്, അത്രയും വായിക്കുവാൻ പറഞ്ഞത്. ആമേൻ ഇത് നിങ്ങളൊന്ന് ആഴ്ന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നു. ഞാൻ ഇതിൽ നിന്ന് പറയാൻ പോകുന്ന 2 കാര്യം. ആമേൻ ഒന്ന് അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ ആമേൻ 2-ാമത്തെ ഭാഗം അത് വായിച്ചാട്ട്. യേശു അവനോട് ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല. ഇഫ് ഐ ഡോണ്ട് അൺലെസ് ഐ വാഷ് യു യു ഹാവ് നോ പാർട്ട് വിത്ത് മീ. അതാ 1. ആമേൻ 2. ആമേൻ ഹല്ലേലൂയ 10-ാം വാക്യം. ആമേൻ നിങ്ങൾ 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം വായിച്ചാട്ട്. ആ ആ നിങ്ങൾ ശുദ്ധി ഉള്ളവരാകുന്നു, എല്ലാവരും അങ്ങനല്ല. 2 കാര്യം അവിടെ മനസ്സിലാക്കണം. നിങ്ങൾ ശുദ്ധി ഉള്ളവരാണ്, എല്ലാവരും അങ്ങനല്ല. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ എനിക്ക് നിന്നിൽ പങ്കില്ല, നിനക്ക് എന്നിൽ പങ്കില്ല. ഇത് പകലിൽ ഓർക്കേണ്ട ഒരു വലിയ ആഴമേറിയ വളരെ ആഴമായ ഒരു സത്യമാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ഈ തിരുമേശയിൽ കൈനീട്ടുവാൻ അനുവാദമില്ല എന്ന് ആമേൻ ഹല്ലേലൂയ നാം ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പഠിക്കുന്നു. തന്നെത്താൻ ശോധന ചെയ്തേച്ച് വേണം ഈ തിരുമേശയിലേക്ക് കൈ നീട്ടണം എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് തൻ്റെ ദൈവവചനത്തിൽ ആമേൻ ഹല്ലേലൂയ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം, അപ്പം തന്നെത്താൻ ശോധന ചെയ്യുന്നത് തിരുമേശയുടെ മുൻപിൽ നമ്മൾ പറയത്തില്ല. ശോധന ചെയ്യണമെന്ന് പറഞ്ഞാൽ കഴുകി കുളിച്ച് ഒരുങ്ങി വന്നവനേ കാല് കഴുകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശുദ്ധിയില്ലാത്തവൻ ഒരിക്കലും ദൈവസന്നിധിയിൽ വന്ന് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഇല്ലെങ്കിൽ തന്നെത്താൻ ശോധന ചെയ്ത്
ഈ തിരുമേശയിലേക്ക് കൈനീട്ടാൻ പറ്റത്തില്ല. കാരണം അവൻ ഈസ് ടോട്ടലി അൺക്ലീൻ. തിരുമേശയിലേക്ക് കൈനീട്ടുവാനുള്ളവർ എങ്ങനെ ആയിരിക്കണം? അവർ ഓൾറെഡി ശുദ്ധിയുള്ളവരായിരിക്കണം. അതാണ് ആ വാക്യം, 10-ാം വാക്യത്തിൻ്റെ അടുത്ത പ്രാരംഭ വാക്യം. എന്തുവാ അതിൻ്റെ അതിൻ്റെ 2-ാം ഭാഗം പറയുന്നത്? ആ ആ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. ഇന്ന് പകലിൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ശുദ്ധിയുള്ളവരാണെങ്കിൽ തിരുമേശയിലേക്ക് നിങ്ങൾക്ക് കൈനീട്ടുവാൻ പറ്റും. നിങ്ങൾക്ക് വന്ന കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ പറ്റും. അല്ലാതെ പൂർണ്ണമായി അവൻ ശുദ്ധിയില്ലാത്തവൻ അവൻ ഒരിക്കലും ദൈവസന്നിധിയിൽ വന്ന് നിരപ്പ് പ്രാപിക്കാൻ പറ്റത്തില്ല. അവൻ ആദ്യം ചെയ്യേണ്ടത് അവൻ തന്നെത്താൻ കഴുകണം. ആമേൻ. നമുക്കൊരു പാട്ട് പാടുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ശുദ്ധിക്കായി യേശുവിൻ സന്നിധിയിൽ നീ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ. ഒരിക്കൽ കുഞ്ഞാട്ടിൻ്റെ രക്തം കൊണ്ട് കുളിച്ച് ശുദ്ധീകരിക്കപ്പെട്ടവർ അതിനുശേഷം ജീവിതത്തിൽ വരുന്ന മാലിന്യങ്ങളൊക്കെ ആമേൻ തന്നെത്താൻ ശോധന ചെയ്ത് വേണം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ. അതുകൊണ്ടാണ് തിരുമേശ കൊടുക്കുന്നതിൻ്റെ മുൻപിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്ന ഒരു കാര്യം, സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജലത്തിൽ യേശുവെ സാക്ഷീകരിക്കപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ ഹല്ലേലൂയ പറ്റുകയുള്ളൂ. അവർക്ക് മാത്രമേ ഇതിൽ കൈനീട്ടുവാൻ യോഗ്യതയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം അവർ പൂർണ്ണമായി യോഗ്യത ധരിച്ചവരെന്നല്ല. സഭയിൽ ഇരിക്കുന്നവരോ എല്ലാവരും വിശുദ്ധിയുടെ അളവ് തികച്ചവരെന്നല്ല. അവർ ഓൾറെഡി കഴുകി തന്നെത്താൻ കുളിച്ച് ഒരുങ്ങിയിരിക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ വന്ന് ദൈവസന്നിധിയിൽ തൻ്റെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞു വേണം നിരപ്പ് പ്രാപിക്കാൻ. അപ്പം നാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ശുദ്ധിയുള്ളവരല്ല. ദൈവം തിരുമേശയിലേക്ക് പങ്കെടുക്കുവാൻ ആദ്യം ദൈവം ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുന്നെങ്കിൽ അവനെ തൻ്റെ രക്തം കൊണ്ട് കഴുകി ഹല്ലേലൂയ അവനെ കുളിപ്പിച്ച് ഹല്ലേലൂയ അവനെ ശുദ്ധിയാക്കി അവനെ എന്ത് ചെയ്യുന്നു? അവനെ തൻ്റെ കുഞ്ഞായി, തൻ്റെ മകനായി, മകളായി ദൈവം മാറ്റുകയാണ്. അങ്ങനെ മാറ്റിയ ഒരു മകനോ മകളോ ഒരിക്കലും വിശുദ്ധിയുടെ കൊടുമുടിയിൽ നിൽക്കുവാൻ പറ്റത്തില്ല. പാപത്തിൻ്റെ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഏത് സമയവും ഹല്ലേലൂയ വഴുതിപ്പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിലേക്ക് കൈനീട്ടുവാൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നല്ല കുളിക്കുന്നത്, തിരുമേശയുടെ മുൻപിൽ വന്നല്ല ശുദ്ധീകരിക്കുന്നത്. തിരുമേശയിൽ മുൻപിൽ വരുമ്പോൾ തൻ്റെ യോഗ്യത മനസ്സിലാക്കി തന്നെത്താൻ കഴുകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയല്ല. തന്നെത്താൻ ഹല്ലേലൂയ അവൻ ചെയ്യേണ്ടത് തൻ്റെ ജീവിതത്തിലുള്ള മാലിന്യങ്ങളെ മാറ്റുവാൻ. അതാണ് അവിടുത്തെ വാക്യം. ആദ്യം രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും വിശുദ്ധിയിൽ വേർപാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി യേശുവിൽ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെയർ ദി ഒറിജിനൽ സാങ്ക്ടിഫിക്കേഷൻ ഹാപ്പൻസ്. അതാ സാങ്ക്ടിഫിക്കേഷൻ. തൻ്റെ കാല് മാത്രം കഴുകുക. പ്യൂരിഫിക്കേഷനാണ് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുക എന്നത്. അത് ആദ്യമേ നടക്കുന്ന. രണ്ടാമത് കർത്താവ് കൊണ്ടുവന്ന് നമ്മൾ വിശുദ്ധീകരിക്കുക. പകലിൽ ഓർക്കേണ്ട ഒരു വലിയ ആഴ സത്യമാണത്. അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ വളരെ ആഴമായി അത് ചിന്തിക്കണം. നമുക്ക് വന്ന കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറയുന്ന ഒരു സന്നിധിയാണ് ദൈവസന്നിധി. അല്ലാതെ ഹല്ലേലൂയ അതുകൊണ്ടാണ് ഇങ്ങനും പറയും, നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ അനുവദിക്കുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറയുവാനിടയാണ്. ആമേൻ. ഇറ്റ് ഈസ് അവർ കോൺഷ്യസ്. അതാണ് നമ്മെ താൻ വിധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാം ചെയ്ത പാപത്തിൻ്റെ കാഠിന്യം, ഹല്ലേലൂയ, ചെയ്തു പോയ തെറ്റുകളുടെ കാഠിന്യം നമ്മുടെ മനസാക്ഷി നമ്മളെ വിലക്കുന്നെങ്കിൽ
ഇന്ന് പകലിൽ ഓർത്തോണം, കർത്താവേ നീ എന്നോട് ക്ഷമിക്കണം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നിന്നോട് നിരപ്പ് പ്രാപിക്കാൻ, ആമേൻ, ഹല്ലേലൂയ. എൻ്റെ കാല് മാത്രമല്ല, ചിലപ്പോൾ ഞാൻ വലിയ പാവം ചെയ്തു എന്ന് എൻ്റെ മനസാക്ഷി എന്നെ മാറ്റി നിർത്തുന്നെങ്കിൽ, കർത്താവേ ഒരിക്കൽ കൂടി ഏത് പാപത്തെയും കഴുകുവാൻ കഴിവുള്ള ആ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് വെടിപ്പാക്കണമേ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. രക്താംബരത്തെ പോലെ ചുമന്നിരുന്നാലും ആമേൻ, ഹല്ലേലൂയ, മഞ്ഞെപ്പോലെ ഇവത്തെ പോലെ വെളുപ്പാക്കുവാൻ ഇതേ ആമേൻ നിന്റെ രക്തം കൊണ്ട് കഴിയും. ഇന്ന് പകലിലും അങ്ങനെ എന്നെ കഴുകി വെടിപ്പാക്കണമേ എന്ന ഒരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകട്ടെ. പലപ്പോഴും ഞാൻ ഹല്ലേലൂയ ആ പരീക്ഷന് ചുങ്കക്കാരുടെ പോലെ മറ്റവരെ പോലല്ല ഞാൻ ഹല്ലേലൂയ ശുദ്ധനായെന്ന് ചിന്തിച്ച്, ഇല്ലെങ്കിൽ ഞാൻ അശുദ്ധമില്ലാത്തവനാണെന്ന് ചിന്തിച്ച് നാം നമ്മെ തന്നെ വഞ്ചിക്കാതെ, മറിച്ച് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, കുറ്റങ്ങളെ ഞാൻ ഈ പകലിൽ ഏറ്റുപറയുന്നു. കർത്താവേ ആമേൻ, ഹല്ലേലൂയ. എൻ്റെ കാല് മാത്രം ഇന്ന് പകലിൽ കഴുകിയാ പോരാ, എൻ്റെ ശരീരം മുഴുവൻ, എൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ കൈകളെ, എൻ്റെ കാലുകളെ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അംശങ്ങൾ ഇന്ന് പകലിൽ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ ഒരുക്കം, അങ്ങനെയാണ് തിരുമേശയുടെ മുൻപിൽ നിൽക്കുവാനുള്ള ഒരുക്കം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാവങ്ങളുടെ മുൻപിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. എല്ലാവരും അങ്ങനല്ല. ആമേൻ, ഹല്ലേലൂയ. അന്ന് അവിടെ കൂടിയിരുന്ന പത്രോസും ആമേൻ അങ്ങനല്ല. എന്താണ് അതിൻ്റെ തെളിവ്? അങ്ങനെ അല്ലാത്തവരും തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. ആ തിരുമേശയിൽ അന്നത്തെ പെസഹായിൽ പങ്കെടുത്ത ആമേൻ, ഹല്ലേലൂയ, പത്രോസ് വെളിയിൽ ചെന്ന് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, അവൻ ശുദ്ധിയുള്ളവനായിരുന്നത് കൊണ്ട്, ഞാൻ നിങ്ങളോട് പിന്നെയും പറയാം, അവൻ ശുദ്ധിയുള്ളവനായിരുന്നത് കൊണ്ട്, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ നിങ്ങളിൽ അനേകർ ആമേൻ അല്ലെ നിദ്രയും കൊള്ളുന്നു എന്നൊരു വാക്കില്ലാതെ അവന് മരണത്തിന് കീഴടങ്ങാതായിപ്പോയി. പക്ഷേ തൻ്റെ ജീവിതത്തെ ശുദ്ധിയിലില്ലാത്ത, തൻ്റെ ഹൃദയത്തിൽ പിശാചിന് അനുവാദം കൊടുത്ത യൂദാസോ ആമേൻ ഈ പെസഹായിൽ പങ്കെടുത്ത് ഇതിൽ കൈനീട്ടി യോഗ്യതയില്ലാതെ കർത്താവ് തന്നെ ശടിച്ചിട്ടും ആമേൻ തന്നെക്കുറിച്ച് പറഞ്ഞിട്ടും തന്നെ താൻ കറക്റ്റ് ചെയ്യാൻ പറ്റാതെ അവൻ എന്ത് ചെയ്തു? അവൻ ചെന്ന് തൻ്റെ ജീവിതത്തെ അവസാനിപ്പിച്ചു. പകലിൽ തിരുമേശയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവൻ, when God rebukes us, we should have a heart which would be ready to accept and correct it. ദൈവം നമ്മെ ശകാരിക്കുമ്പോൾ അത് തിരുത്തുവാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാകണം. ഇന്നുണ്ടായിരുന്ന അനേകർ അങ്ങനല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിലാമേൻ നമ്മുടെ ശരീരം മുഴുവൻ കഴുകണോ കാല് മാത്രം കഴുകിയാമോ എന്നുള്ള തീരുമാനം നമ്മുടെയാണ്. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാതെ തിരുമേശയിലേക്ക് കൈനീട്ടരുത്. 1, 2 ആമേൻ, ഹല്ലേലൂയ. അവിടെ ആമേൻ കർത്താവ് അടുത്ത ഒരു കാര്യം പറയുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടാത്ത ഒരു ജനം യേശുവിൻ്റെ ജനം അല്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇഫ് യു ആർ നോട്ട് വാഷ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്, യു ഡോണ്ട് ബിലോങ് ടു ജീസസ്. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടാത്ത ഒരു വ്യക്തി ഒരിക്കലും യേശുവിൻ്റെ സ്വന്തമല്ല എന്നുള്ളത് നാം ഓർക്കണം. അതാ വളരെ അത്യാവശ്യം. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ട വ്യക്തി യേശുവിൻ്റെ സ്വന്തമാണ്. We belong to Christ.
because we are washed by his blood. എന്തുവാ ഈ രക്തം കൊണ്ട് കഴുകിയാലുള്ള, എന്താ ഈ രക്തം കൊണ്ട് കഴുകിയാൽ യേശുവിൻ്റെ സ്വന്തമാകാനുള്ള കാരണം അവൻ്റെ രക്തം കൊണ്ട് നമ്മെ വിലക്കി വാങ്ങി. He redeemed us by shedding his precious blood. യേശുവിൻ്റെ ആമേൻ ഹല്ലേലൂയ ആ രക്തം കൊണ്ട്, തൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് നമ്മെ വിലക്കി വാങ്ങിയത് കൊണ്ട് ആ രക്തം കൊണ്ട് നമ്മെ അവൻ കഴുകി. അപ്പോൾ ഒരു രക്തം കൊണ്ട് ഒരു വ്യക്തിയെ യേശു കഴുകിയെങ്കിൽ അവനെ യേശു വിലക്കി വാങ്ങി. അവൻ ഇനിയും അവനുള്ളവനല്ല, അവൻ യേശുവിനുള്ളവനായിത്തീരും. അതാ അവിടുത്തെ വാക്യം. നിനക്ക് എന്നിൽ പങ്കുണ്ടാകണമെങ്കിൽ നീ എൻ്റേതാകണം. ഒരു പിതാവ് തൻ്റെ ആസ്തികളെ കൊടുക്കുമ്പോൾ തൻ്റെ മക്കൾക്കാണ് കൊടുക്കുന്നത്, വഴി പോകുന്നവർക്കല്ല കൊടുക്കുന്നത്. പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിച്ച നമ്മെ തൻ്റെ രക്തം കൊണ്ട് നമ്മെ വിലക്കി വാങ്ങി. ആ യേശു നമ്മെ വിലക്കി വാങ്ങി തൻ്റെ രക്തം കൊണ്ട് കഴുകി. ഇനിയും നിങ്ങൾ ലോകത്തിനുള്ളവരല്ല, നിങ്ങൾ എനിക്കുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ വിശുദ്ധിയിലും വേർപാടിലും സൂക്ഷിക്കണം. അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചാൽ ഇതാ ഞാൻ വേഗം പോയതുപോലെ വേഗം മടങ്ങി വരും. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ ഞാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഞാൻ വസിക്കുന്ന സ്ഥലത്തിരിപ്പാൻ ഞാൻ നിങ്ങളെയും അവിടേക്ക് മടക്കിക്കൊണ്ടുപോകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ വിശുദ്ധിയിലാണോ വേർപാടിലാണോ നാം ജീവിക്കുന്നതെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാനാണ് ഈ തിരുമേശ. This is used to examine ourselves whether we are living a holy life, a separated life. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത് നമ്മളെ തന്നെ ശോധന ചെയ്യുക. പല കാര്യങ്ങൾ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡുമായിട്ട് നാം കണക്കൂട്ടി പോകുമ്പോൾ ഇന്ന് പകലിൽ ഓർക്കണം, കർത്താവേ എനിക്ക് നിന്നിൽ പങ്കുണ്ടോ എന്ന് എനിക്ക് ശോധന ചെയ്യുന്ന സമയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നീ എന്നെ കഴുകി വെടിപ്പാക്കി നിന്റെ നിന്റെ ചങ്കിലെ ചോര തന്ന് എന്നെ വീണ്ടെടുത്ത് നിന്റെ പൈതലായി മാറ്റി. എന്നാലും ജീവിതത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ ദുർഘടമേറിയ വഴികളിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പ്രയാസങ്ങളും കഷ്ടങ്ങളിലും ഞാൻ വീണുപോയപ്പോൾ ഹല്ലേലൂയ, ഇന്ന് പകലിലും ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ തിരുമേശയിൽ കൈ നീട്ടുമ്പോൾ എനിക്ക് അതിൽ പ്രാഗൽഭ്യമുണ്ടോ, അതിന് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ വിശുദ്ധിയുടെ അളവിൽ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവേ ഇന്ന് പകലിൽ അതെനിക്ക് കാണിച്ചു തരണമേ. ഞാൻ നിന്നോട് നിരപ്പ് പ്രാപിപ്പാൻ, വിശുദ്ധിയുടെ അളവിൽ എൻ്റെ വിശുദ്ധിയെ ഉയർത്തുവാൻ ഇന്ന് പകലിൽ നീ എന്നിൽ കൂടെ പ്രവർത്തിക്കണമേ എന്ന ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകട്ടെ. എത്ര പേർക്കത് പറയുവാൻ പറ്റും? എത്ര പേർക്ക് അത് പറയുവാൻ പറ്റും? ഇന്ന് പകലിൽ ദൈവമേ, ഞാൻ നിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. കർത്താവേ, നിന്റെ മുൻപിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത എന്നെ യോഗ്യനാക്കി, ബലമില്ലാത്ത എന്നെ ബലപ്പെടുത്തി, ഹല്ലേലൂയ, സ്ഥിരമില്ലാത്തവനെ എന്നെ സ്ഥിരപ്പെടുത്തി, ഹല്ലേലൂയ, ആത്മാവിലെ ദുരാത്മാവാൽ ബാധിക്കപ്പെട്ട് പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന് എന്നെ എടുത്ത് വീണ്ടെടുത്തതിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് നിനക്ക് വേണ്ടി നിലനിൽക്കുവാൻ ഈ പകലിൽ നീ തന്ന കൃപയ്ക്കായി ഞാൻ നിന്നെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാം.
എത്ര പേർക്ക് പറയുവാൻ പറ്റും? ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ പറയുവാൻ പറ്റുമോ? കർത്താവേ, കർത്താവേ, നീ എന്നെ കഴുകിയല്ലോ, എൻ്റെ കുറവുകളെ ഇന്ന് പകലിൽ ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ കാലുകളെ ഒന്ന് കഴുകണേ, എൻ്റെ കുറ്റങ്ങളെ ഒന്ന് കഴുകണമേ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഞാൻ ശുദ്ധിയോടാണ് ജീവിക്കുന്നത്. പക്ഷെ പലപ്പോഴും എൻ്റെ നടപ്പ് ശരിയാകുന്നില്ല, പലപ്പോഴും എൻ്റെ നടപ്പ് ശരിയാകുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ നടക്കുവാൻ പറ്റുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കാത്ത പല സ്ഥലങ്ങളിൽ ഞാൻ അറിയാതെ ഞാൻ നടക്കുന്നു. എൻ്റെ കാലിനെ ഒന്ന് കഴുകണമേ. പകലിൽ പറയണം, എൻ്റെ കാലിനെ ഒന്ന് കഴുകണമേ, എൻ്റെ കാലിനെ ഒന്ന് കഴുകണമേ കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. വാഷ് മീ ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകലിലും ആമേൻ നിന്റെ മുൻപിൽ നിൽക്കുന്നു. വിലയില്ലാത്ത എന്നെ വിലയുള്ളവനായി മാറ്റുവാൻ വിലയേറിയ തൻ്റെ രക്തം എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി ഒഴുക്കിയ എൻ്റെ കർത്താവ്. പകലിൽ പറയാൻ പറ്റുമോ? പകലിൽ എങ്ങനെ പറയാൻ പറ്റുമോ? പാവത്തിൽ ജീവിച്ച എന്നെ, മൂല്യമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തെ, ശൂന്യമായിരുന്ന എൻ്റെ ജീവിതത്തെ